കുട്ടനാടിന്റെ വെള്ളവും പ്രകൃതിയും പാരമ്പര്യവും ചേർന്നൊരുക്കുന്ന അത്ഭുത യാത്രാനുഭവം സമ്മാനിക്കാൻ സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ കുട്ടനാട് സഫാരി വിനോദസഞ്ചാരികൾക്കായി തയ്യാറാകുന്നു. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ആശയമാണ് ഈ ബജറ്റ് ടൂറിസം യാത്രയായി പരിണമിച്ചത്. കുട്ടനാടിന്റെ വെള്ളവും പ്രകൃതിയും പാരമ്പര്യവും ചേർന്നൊരുക്കുന്ന അത്ഭുത യാത്രയുടെ അനുഭവം സഞ്ചാരികൾക്ക് സമ്മാനിക്കാനായി സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ കുട്ടനാട് സഫാരി വിനോദസഞ്ചാരികൾക്കായി തയ്യാറാകുന്നു. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ആശയമാണ് ഈ ബജറ്റ് ടൂറിസം യാത്രയായി പരിണമിച്ചത്. വശ്യമായ കാഴ്ചകളും നാടൻ ഭക്ഷണവും നാടിന്റെ കരവിരുതും കലാപരിപാടികളും സഞ്ചാരികൾക്ക് ഈ യാത്ര സമ്മാനിക്കും. ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. ആദ്യം എത്തിച്ചേരുക പുന്നമടയിലെ ജലരാജാക്കന്മാരായ ചുണ്ടൻ വള്ളങ്ങൾ കുതിച്ചുപായുന്ന നെഹ്റു ട്രോഫി ഫിനിഷിംഗ് പോയിന്റിലാണ്. തുടർന്നുള്ള യാത്ര അഴീക്കൽ കനാലിലൂടെയാകും. ഇവിടെ നാടൻ രുചികളടങ്ങിയ പ്രഭാത ഭക്ഷണം സഞ്ചാരികൾക്കായി നൽകും. കൂടാതെ പായ്നെയ്ത്ത് കാണുന്നതിനും അത് സ്വയം ചെയ്യുന്നതിനും അവസരമൊരുക്കും. ഒപ്പം ഓല കൊണ്ടുള്ള കരകൗശല ഉൽപ്പന്നങ്ങളായ കുട, മുറം, പായ എന്നിവ വാങ്ങുന്നതിനും സൗകര്യമൊരുക്കുന്നുണ്ട്. തുടർന്ന് യഥാർത്ഥ കളിവള്ളങ്ങൾ കണ്ട് കുട്ടനാടിന്റെ അത്ഭുതകരമായ പ്രകൃതി ഭംഗിയും സി ബ്ലോക്ക്, ആർ ബ്ലോക്ക് എന്നിവിടങ്ങളിലെ സൗന്ദര്യവും ആസ്വദിച്ച് യാത്ര തുടരാം. ആർ ബ്ലോക്കിലെത്തുമ്പോൾ കുട്ടനാടൻ ശൈലിയിൽ ഷാപ്പ് വിഭവങ്ങളും കായൽ വിഭവങ്ങളും ഒത്തുചേർന്ന ഉച്ചയൂണ് തയ്യാർ. യാത്രയിൽ പഞ്ചവാദ്യവും ശിങ്കാരിമേളവും വേലകളിയും കുത്തിയോട്ടവും ഒക്കെ ഉൾപ്പെടുന്ന ദൃശ്യങ്ങളും ബോട്ടിൽ പ്രദർശിപ്പിക്കും. വൈകിട്ട് യാത്ര എത്തിച്ചേരുന്നത് പാതിരാമണൽ ദ്വീപിലാണ്. ഇവിടെ പരിസ്ഥിതി സൗഹൃദ വസ്തുക്കളാൽ നിർമ്മിച്ച ആംഫി തിയേറ്ററിൽ നാടൻ കലാരൂപങ്ങൾ ആസ്വദിക്കാം. തിരികെ ആലപ്പുഴയിലേക്കുള്ള യാത്രയിൽ കായലിൽ നിന്നും കക്ക വാരുന്നതും നീറ്റുന്നതും അവ ഉൽപ്പന്നമാക്കി മാറ്റുന്നതുമൊക്കെ കാണാം. കൂടാതെ ഫ്ലോട്ടിംഗ് ഷോപ്പുകളിൽ നിന്നും ആലപ്പുഴയുടെ തനതായ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനും സാധിക്കും. യാത്ര ആരംഭിച്ച് ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ തന്നെയാണ് അവസാനിക്കുന്നതും. വിനോദസഞ്ചാരികൾക്കായി കുട്ടനാട് സഫാരി വിപുലമായ രീതിയിൽ തന്നെ നടപ്പാക്കുമെന്ന് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാതിരാമണൽ ദ്വീപ് സന്ദർശിച്ച മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. കുട്ടനാട് ഒരുപാട് കലാരൂപങ്ങളുടെയും പാട്ടുകളുടെയും ഒക്കെ സാംസ്കാരിക കേന്ദ്രമാണ്. ഇതെല്ലാം കാണുന്നതിനും അടുത്തറിയുന്നതിനും ഈ പാക്കേജിലൂടെ അവസരമൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ നാടിൻ്റെ ഈ കുട്ടനാടെന്ന് പറയുന്ന ഒരുപാട് സംസ്കാരങ്ങളുടെ ഒരു കേന്ദ്രമാണ്. നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് വായിച്ചാൽ തീരാത്തത്രയും കലാരൂപങ്ങളും പാട്ടുകളും അങ്ങനെ കലാരൂപങ്ങളും ഒക്കെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ അതിൻ്റെ സാംസ്കാരികമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുകൊണ്ടുള്ള യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആലപ്പുഴയിൽ തുടങ്ങി, ഞാൻ ബോട്ടിൽ കാണിച്ചിരുന്നില്ല, ആലപ്പുഴയിൽ തുടങ്ങി കറങ്ങി വരുന്ന വഴിക്ക് ലഘുഭക്ഷണം, അതുപോലെ പല സ്ഥലത്തും നിർത്തുമ്പോൾ അവർക്ക് ഉച്ചഭക്ഷണം. അത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു ചിത്രകാരനിരുന്നു. എക്സാമ്പിൾ ആ ചിത്രകാരനിരുന്ന് നമ്മളെ സ്കെച്ച് വരച്ചു തരും. പെൻസിലുണ്ട് നമ്മളെ വരച്ചു തരും, അല്ലെങ്കിൽ ഒരു കാരിക്കേച്ചർ വരച്ചു തരും. അപ്പോൾ അത് വാങ്ങാം, ആ ചിത്രകാരൻ അത് വിലയ്ക്ക് വാങ്ങാം. അപ്പോൾ ആ ഒരു ചിത്രകാരൻ ഒരു ജോലിയാണ്. അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് വരുമ്പോൾ കയറ് പിരിക്കുന്നത്, നമ്മളതെല്ലാം മറന്നുപോയി. കയറ് പിരിക്കുന്നത് ഇപ്പോൾ യന്ത്രമാണ്. അപ്പോൾ സ്ത്രീകൾ കയറ് പിരിച്ചിരുന്നു. അപ്പോൾ അത് നമ്മൾ കാണിക്കും. പിന്നെ ഈ ഓല കൊണ്ട്, കുരുത്തോല കൊണ്ടുള്ള മനോഹരമായ നമ്മൾ ഓല മെടയുക. പണ്ട് ഓല മേഞ്ഞ വീടുകളുണ്ടായിരുന്നു. ഓല മെടയും നമ്മൾ നാട്ടിലെങ്ങും കാണാറില്ല. ഒരുപക്ഷെ ഇവിടെ എവിടെയെങ്കിലും ഗ്രാമങ്ങളിൽ കാണുന്നുള്ളതല്ലാതെ ദൂരോട്ടെങ്ങും ഇതിപ്പോൾ കാണാനില്ല. അപ്പോൾ ഓല മെടയുന്നത് എങ്ങനെയാണ് അത് പരിശീലിപ്പിക്കും കുറച്ച് നേരം വരുന്ന ടൂറിസ്റ്റുകളെ. അതിലുള്ള പന്ത്, അതിലുള്ള പിന്നെ തൊപ്പി, ഇപ്പോൾ കണ്ടതുപോലുള്ള തൊപ്പി, അതൊക്കെ അവർ സൃഷ്ടിക്കും. അത്തരം കലാകാരന്മാർക്ക് അവിടെ കലാകാരികൾക്കും അവിടെ ഇരുന്നത് ചെയ്തു കൊടുക്കാനും അവരെ കാണിച്ചു കൊടുക്കാനും ഡെമോ ചെയ്യും. ഡെമോ ചെയ്തിട്ട് അവിടെ വിൽക്കാൻ വയ്ക്കും. അപ്പോൾ അതൊരു വരുമാനമാവും അവർക്ക്. പിന്നെ നമ്മൾ പാതിരാമണലിലേക്ക് വന്നു കഴിയുമ്പോൾ വൈകിട്ടൊരു 4 മണിയോടെ പാതിരാമണലിലെത്തും. എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംഫി തിയേറ്റർ ഉണ്ടാകും. ടോട്ടലി നേച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പുല്ലും മുളയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു സാധനം. അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കലാരൂപങ്ങൾ, നമ്മുടെ ഫോക്ലോർ ആർട്ടുകൾ, നമ്മൾ ഇന്നത്തെ തലമുറയ്ക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് ആർട്ടുകളുണ്ട്. അതിനെല്ലാം റീക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ 1 അവർ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കലാരൂപം അതിലെല്ലാം ഉണ്ടാകും. ഒരു 10 മിനിറ്റ് ഒരു കലാരൂപം, പിന്നെ അടുത്ത 10 മിനിറ്റ് വേറെ, അങ്ങനെ ഒരു മിക്സറായിരിക്കും. ഒരു 5-6 പ്രോഗ്രാം സെറ്റ് ചെയ്യാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ള കലാകാരന്മാരെയൊക്കെ നമ്മൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മളൊരു ഏതൊക്കെ കലാരൂപം മിക്സ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു 6 എണ്ണം ചെയ്യുന്നത് വെച്ചാൽ ഇന്ന് കാണുന്ന കലാരൂപമായിരിക്കില്ല നാളെ. അപ്പോൾ അത്രയും കലാകാരന്മാർക്ക് ജോലി കിട്ടും. അവർക്ക് അവരുടെ കലാപ്രദർശനം നടത്താൻ. കാരണം ഒരു അമ്പലങ്ങളിലും കിട്ടുന്നില്ല, ഒരു പൊതുവേദിയിലും കിട്ടാത്ത ഒരുപാട് കലാകാരന്മാർക്ക്. ഉദാഹരണത്തിന് ക്ഷേത്രങ്ങളിലൊക്കെ പണ്ട് വില്ലടിച്ചാൻ പാട്ടുന്നൊരു പരിപാടിയുണ്ട്. അത് നിങ്ങളാരും കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. നമ്മൾ വീഡിയോയിലും കാണും, എവിടെയെങ്കിലും കണ്ടിട്ടുള്ളതല്ലാതെ. ഒരുപക്ഷേ വീഡിയോ ഒക്കെ വരുന്നതിന് മുമ്പ് ഇത് ഔട്ടായി തോന്നും. അത്രയ്ക്കും അതുപോലെ ഒരുപാട് കലാരൂപങ്ങളുണ്ട്. നമ്മൾ നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന കലാരൂപങ്ങൾ. അപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നും ഒക്കെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വരുമ്പോൾ നമ്മുടെ കൾച്ചറിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവും. ഇത് കഴിഞ്ഞ്
ബോട്ടിൽ തിരിച്ചു കയറുമ്പോൾ ഒരു കുട്ടനാടിൻ്റെ സംഗീതം ചേർത്തലയുള്ളൊരു പാട്ടുണ്ട് കറക്റ്റ്. അതെല്ലാം പ്ലേ ചെയ്തിട്ടാണ് പോകുന്നത്. ഒരു ആർട്ടിസ്റ്റ് ബോട്ടിനകത്ത് കാണും ലൈവായിട്ട് ഇവിടുന്ന് പോകുമ്പോൾ. ഇവിടെ ഒരു മണിക്കൂർ 1.25 മണിക്കൂർ ഇവിടെ ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് ഇവിടുന്ന് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ ഇവിടെ പഞ്ചായത്തിന് ഇപ്പോൾ കുടുംബശ്രീ ഇതൊക്കെ ഉണ്ട്. ആ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ തിയേറ്ററും ഉണ്ടാക്കും, അതിനുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കും, ഉടൻ തന്നെ ചെയ്യും. ഞാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനോട് സംസാരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ടൂറിസം വകുപ്പിനോ അല്ലെങ്കിൽ ഒരു എഴുത്തുകൂത്ത് നടത്തിയപ്പോഴെങ്കിൽ തീരത്തില്ല. അതുകൊണ്ട് ഒരു സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ അവരെ സമീപിച്ചിട്ടുണ്ട്. അവരത് അതിൻ്റെ പ്രധാനപ്പെട്ട കേരളത്തിലെ സ്റ്റേറ്റ് ഹെഡ് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ അവരത് കണ്ടു. അവരുടൻ തന്നെ അത് നോട്ട് ചെയ്യും. CDNet ന്യൂസ്, കായംകുളം.